LDFന്റെ സംഘപരിവാർ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് CPIM സംഘിയാക്കാൻ ശ്രമിക്കുന്നതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിച്ചും തനിക്കെതിരെ നടക്കുന്ന സംഘിവൽക്കരണത്തിനെതിരെ ഊന്നിപ്പറഞ്ഞുമായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസംഗം ആരംഭിച്ചത്. അതും ഇതുവരെ കാണാത്ത വിധമുള്ള ശക്തമായ ഭാഷയിൽ. 1988 താൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ച RSP ചിഹ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നതെന്നും ആ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒന്നുമല്ലെന്ന് ബോധ്യമുള്ള പൊതുപ്രവർത്തകനാണ് താനെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. തൊട്ടുകാണിക്കാവുന്ന വികസനങ്ങൾ എടുത്തുകാട്ടിയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ടുരടലിനെയും പ്രേമചന്ദ്രൻ പരിഹസിച്ചു. ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം, ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ, അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഒരാക്ഷേപവും ആരോപണവും പറയാനില്ല എന്നിരിക്കെ പിന്നെ ആകെ ഉള്ളത് സംഘിവൽക്കരണത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് അപവാദ പ്രചരണത്തിലൂടെ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്ന പതിവ് ശൈലി സ്വീകരിച്ചുകൊണ്ടാണ് CPM കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. കേരളം കണ്ട മികച്ച പാർലമെന്റേറിയനാണ് പ്രേമചന്ദ്രൻ. ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യ ഭരണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രേമചന്ദ്രനെ പോലെയുള്ളവരാണ് ഇനിയും തെരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സ്വേച്ഛാധിപരമായ ഏകാധിപത്യപരമായിട്ടൊരു ഗവൺമെന്റ് ഇതിൽ നിന്നും നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷപ്പെടുത്താം. ശ്രീ പ്രേമചന്ദ്രനെ പോലെയുള്ളവര് അവർക്ക് ഇനിയും തെരഞ്ഞെടുക്കപ്പെടണം. അവരിലൂടെ സാധാരണക്കാരുടെ ആശയങ്ങൾ അത് പാർലമെന്റിൽ പ്രതിധ്വനി കൊള്ളണം. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ്, VS ശിവകുമാർ, RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രേമചന്ദ്രന് വേണ്ടി പ്രചാരണത്തിന് കൊല്ലത്തെത്തും. റിപ്പോർട്ടർ, കൊല്ലം.